വോയിസ് ക്ലിപ്പ് വന്നിരിക്കുന്നു. വോയിസ് ക്ലിപ്പ് ഇത്രേ ഉള്ളൂ. അച്ചായൻ ഒരു സ്ത്രീ ലംബടനാണ്. അച്ചായനെ കുറിച്ച് ഒരുപാട് ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഒരുപാട് സ്ത്രീകളെ അച്ചായൻ ഇത്തരത്തിൽ പറ്റിച്ചിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ ഇങ്ങനെ എപ്പോഴും കാണാം നമ്മുടെ സോജൻ വർഗീസിന്റെ കല്യാണം കഴിഞ്ഞ ഇതും. അപ്പോ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു. അവന് ഒരുപാട് ആൾക്കാരുടെ ജീവിതം തകർത്തിട്ടുള്ള ഒരാളാണ്. ഇദ്ദേഹം ഒരു സ്ത്രീ ലംബടനാണ്. പുള്ളി പലരെയും ഇത്തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി ശരിയായ വിവാഹ തട്ടിപ്പ് വീരനാണ് ഇദ്ദേഹം. അച്ചായൻ ഒരു സ്കാമറാണ്. അച്ചായൻ ഒരു വിവാഹ തട്ടിപ്പ് വീരനാണ്. അച്ചായൻ തന്നെ പറയുന്ന കുറച്ച് സാധനങ്ങളൊന്ന് കണ്ടു നോക്കാവേ. ആദ്യം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വരെ നോക്കേണ്ട ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടില്ലാത്തല്ലോ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. സബ്സ്ക്രൈബിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ടായി, അതിൽ പിടിച്ചൊന്ന് കിണുകിണ അടിച്ചു വെക്കുക. നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പടപട കിട്ടും. നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ചടപടയെന്ന് കാണാനും പറ്റും. ഈ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, നേരെ കമൻറ്റ് ബോക്സിലേക്ക് വരിക, എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടുക. എന്നെ തെറി വിളിക്കുന്നവർ എന്ത് വേണമെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ഇടുക. നിങ്ങളുടെ ഈ കമൻറ്റുകളാണ് നമ്മുടെ വീഡിയോയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സഹായം നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. സഹായിക്കാൻ മനസ്സുള്ള നല്ല മനസ്സിനുടമകളെല്ലാം സഹായിക്കുക. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ അകമഴിഞ്ഞ് സഹായിക്കാൻ കിട്ടുന്ന അവസരം നിങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴും കിട്ടിക്കോണമെന്നില്ല. ഓക്കെ, ഇനി പറഞ്ഞില്ലെന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് പിന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കയറാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ തൊപ്പിയുടെ കൂടെ നടന്ന അച്ചായൻ കെട്ടിയ പെണ്ണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇറ്റ്സ് മീ ഗൈസിൻ്റെ വീഡിയോ നോക്കിയപ്പോഴത്തേനും അതിനകത്തൊരു വോയിസ് ക്ലിപ്പ് വന്നിരിക്കുന്നു. വോയിസ് ക്ലിപ്പ് ഇത്രേ ഉള്ളൂ. അച്ചായൻ ഒരു സ്ത്രീ ലംബടനാണ്. അച്ചായനെ കുറിച്ച് ഒരുപാട് ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഒരുപാട് സ്ത്രീകളെ അച്ചായൻ ഇത്തരത്തിൽ പറ്റിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചായൻ്റെ പെങ്ങളെ കെട്ടിയ അളിയൻ, പെങ്ങളുടെ ഭർത്താവ് പറയുന്നൊരു വോയിസ് ക്ലിപ്പൊക്കെയാണ് ഇറ്റ്സ് മീ ഗൈസ് എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് കാണാം. അത് കുറേ വലുതാണ്, നമുക്ക് ചുരുക്കി കാണാം കേട്ടോ. യൂട്യൂബിലൊക്കെ ഇങ്ങനെ എപ്പോഴും കാണാം നമ്മുടെ സോജൻ വർഗീസിന്റെ കല്യാണം കഴിഞ്ഞ ഇതും. അപ്പോ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു. അവന് ഒരുപാട് ആൾക്കാരുടെ ജീവിതം തകർത്തിട്ടുള്ള ഒരാളാണ്. ഒന്നെന്റെ, പിന്നെ ഞാൻ അറിയുന്നത് തന്നെ കുറെ ആൾക്കാർ, കുറെ സ്ത്രീകൾ. സിനിമ പ്രൊഡ്യൂസറാണ്, അതാണ് ഇതാണ്, സിനിമാ നടനാണ് എന്നും പറഞ്ഞിട്ടാണ് ഇവൻ ഓരോരുത്തരെ നമ്പർ സംഘടിപ്പിച്ചിട്ട് വിളിക്കും. ആ പറഞ്ഞതുള്ളയാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അച്ചായൻ്റെ ബയോയിൽ കയറി കഴിഞ്ഞാൽ അച്ചായൻ സിനിമ പ്രൊഡ്യൂസറാണ്, ഡയറക്ടറാണ്, ആക്ടറാണ്, സിനിമ എൻ്റെ ചുവരിലെത്തിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞു നടക്കുന്നതെന്നൊക്കെ അച്ചായൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പറഞ്ഞതിൽ നമുക്ക് വിശ്വാസത്തിലെടുക്കാം. അച്ചായൻ അങ്ങനെയാണ് അച്ചായൻ്റെ പ്രൊഫൈലിലെല്ലാം ഇട്ടിരിക്കുന്നത്. അച്ചായൻ ഏത് സിനിമയിലുണ്ടെന്ന് എനിക്കറിയില്ല, അച്ചായൻ ഏത് സിനിമ പ്രൊഡ്യൂസ് ചെയ്തെന്ന് എനിക്കറിയത്തില്ല. എവിടേക്ക് മുഖം കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ. പക്ഷേ പ്രൊഡക്ഷനൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷേ അത്രയ്ക്കുള്ള ദമ്പടിയുണ്ടോ? ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ദമ്പടിയുള്ള ആളാണോ? പിന്നെ ആ സ്ത്രീനെ വിളിക്കുന്ന അവന്റെ അമ്മയാണ് വിളിക്കുന്നത്. അവനൊരു കല്യാണം വേണം. നമസ്കാരം. കോളേജ് വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. കോളേജ് പഠനത്തിന് ശേഷം അങ്ങനെ സ്വർണം വാങ്ങിയെടുക്കും, അവരെ കയ്യിലുള്ള പൈസ മേടിച്ചെടുക്കും, എന്നിട്ട് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി താലി കിട്ടും, എന്നിട്ട് അവന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവന്റെ കാര്യങ്ങളൊക്കെ നടത്തും. ഈ പുള്ളി പറയുന്നതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ സിങ്ക് ആവുന്നുണ്ട് കേട്ടോ. കാരണം ഈ പുള്ളിക്കാരൻ പറയുന്നത് ഈ നമ്മുടെ അച്ചായൻ ഏതെങ്കിലും ഒരു പെങ്കൊച്ചിനെ കാണുന്നു, ലൈൻ അടിക്കുന്നു, ലൈൻ അടിച്ച ശേഷം ഈ അച്ചായൻ്റെ അമ്മ രണ്ടാമത് അവരെ വിളിച്ച് അവന് കല്യാണം വേണമെന്ന് പറയുന്നു. ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കൊണ്ട് താലി കിട്ടുന്നു, വീട്ടിലേക്ക് കൊണ്ടിരുന്നു. ഇതിപ്പോൾ നിലവിൽ അച്ചായൻ നടന്ന കല്യാണത്തിൽ ഇതെല്ലാം സംഭവിച്ചൊരു കാര്യമാണ്. ഒരു പെൺകുട്ടിയെ കാണുന്നു, അച്ചായൻ്റെ അമ്മ ഇടപെടുന്നു, അമ്മയ്ക്ക് താല്പര്യമാണെന്ന് പറയുന്നു, അച്ചായൻ പെട്ടെന്ന് കല്യാണം കഴിക്കുന്നു, അമ്പലത്തിൽ പോയി കല്യാണം കഴിച്ച് കൊണ്ടിരുന്നു. അച്ചായൻ ഇതിന് മുമ്പൊരു പ്രണയം ഉണ്ടായിരുന്നു. മുമ്പത്തെ പ്രണയത്തിനെക്കുറിച്ച് ഈ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. ആ വിഷയത്തെക്കുറിച്ച് അമ്മയുമായിട്ട് ചേർന്നുള്ള ഇൻ്റർവ്യൂസിലൊക്കെ അമ്മ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാവുന്ന സൈമൾട്ടേനിയസ്ലി രണ്ട് വിഷയങ്ങളിലും ഈ ഒരേ മോഡ് ഓഫ് ഓപ്പറാണ്ടിയാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇവരിത് പറയുന്നതുകൊണ്ടും അത് സത്യമാണോന്നില്ല കേട്ടോ. നമ്മളുടെ ഒരു അസംഷൻ പറയാണ്. അവസാനം വരെ കണ്ടിട്ട് ചീത്ത വിളിക്കണേ. എന്നിട്ട് ഇവനൊന്ന് മദ്രാസിൽ പോകുന്നു പറഞ്ഞ് ഇവനങ്ങ് പോകും. പിന്നെ ആ തള്ള ആ സ്ത്രീയെ ചവിട്ടി ഓടിക്കും. ഇതാണ് നടന്നുകൊണ്ടിരുന്നത്. വയനാട്ടിലുള്ളപ്പോഴാണ് പറയുന്നത്. ഞാനും വയനാട്ടുകാരനാണ്. അവന്റെ അമ്മാവന്റെ മോളെ കാണിച്ചിട്ട് അവൻ പലരോടും പൈസ മേടിച്ചിട്ട് എൻ്റെ അടുത്ത് നടക്കും. കല്യാണം കഴിക്കാൻ സുഖമില്ലാത്തൊരു കൊച്ചാണ്. ചെറുപ്പം തൊട്ടേ സുഖമില്ലാത്തൊരു കൊച്ചായിരുന്നു.
അപ്പോൾ ഈ പുള്ളി പ്രതിപാദിക്കുന്നത്, അതായത് അച്ചായൻ്റെ പെങ്ങളെ കെട്ടിയ ആൾ പ്രതിപാദിക്കുന്ന വിഷയം ഒന്ന്, ഇപ്പോൾ കല്യാണം അച്ചായൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയുടെ കാര്യം പറയുമ്പോൾ നമുക്കത് റിലേറ്റ് ആകാൻ പറ്റുന്നുണ്ട്. അച്ചായൻ ഇതിനു മുമ്പ് ഒരു പ്രണയം ഉണ്ടായിരുന്നു, അത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതിന് മുമ്പ് അച്ചായൻ പറയുന്നത് അച്ചായൻ്റെ ഒരു റിലേറ്റീവിനെ തന്നെ സുഖമില്ലാത്ത കുട്ടിയാണ്, കല്യാണം കഴിക്കാനാണെന്ന് പറഞ്ഞിട്ട് അച്ചായൻ പലരുടെയും നിന്നും പണം തട്ടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെ, അതായത് പെങ്ങളെ കെട്ടാൻ പോകുന്ന ആളുടെ ഉൾപ്പെടെ മേടിച്ചിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. സത്യാവസ്ഥ നമുക്ക് അറിയത്തില്ലേ, അലിഗേഷൻ മാത്രമാണ്. അതിന് ഇവൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇവനും എന്റെ അമ്മയും കൂടെ വയനാട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ കല്യാണാലോചന വന്ന് കല്യാണം ആലോചിച്ചപ്പോഴേ ഇവൻ എന്നെ അടിയാന്നാ വിളിക്കുന്നത്. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് കുറെ പൈസയും വാങ്ങി ആ പെണ്ണിന് കൊടുക്കാനാണെന്ന് പറഞ്ഞ മൊബൈലും മേടിപ്പിച്ചു. അതൊക്കെ അങ്ങനെ തിന്ന് ജീവിക്കുന്ന ഒരാളാണ് ഈ സോല. ഒക്കെ തെളിവടക്കം എൻ്റെ കയ്യിലുണ്ട്, തെളിവടക്കമുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തെളിവുകളുണ്ടെന്നാണ് പറയുന്നത്. ആ തെളിവുകൾ പുറത്തേക്ക് വിടുക, തെളിവുകൾ പുറത്തേക്ക് വിട്ടാലേ നമുക്ക് കുറച്ചും കൂടെ വിശ്വസനീയമാകാൻ സാധ്യതയുള്ളൂ. അല്ലാത്ത പക്ഷം തെളിവുകൾ വിടണ്ടെന്നാണ്, ബേസിക്കലി തെളിവ് വിടണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അദ്ദേഹം ഇപ്പോൾ പെണ്ണൊക്കെ കെട്ടി നല്ല രീതിക്ക് ജീവിക്കണമെങ്കിൽ പുള്ളി ജീവിക്കട്ടെ. അല്ലാതെ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു അലിഗേഷനായിട്ട് വരുമ്പോഴത്തേനും ഇത് അലിഗേഷനാണോ റിയൽ ആണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ബേസിക്കലി കല്യാണം കഴിച്ച് പുള്ളി നന്നായിട്ട് ജീവിക്കുകയാണെങ്കിൽ ജീവിച്ച് പോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഒരുത്തൻ നന്നായിട്ട് ജീവിക്കുന്നത് നമുക്കെന്താ പ്രശ്നം. പക്ഷേ ഇദ്ദേഹം ഒരു സ്ത്രീ ലംബടനാണ്. പുള്ളി പലരെയും ഇത്തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി ശരിയായ വിവാഹ തട്ടിപ്പ് വീരനാണ് ഇദ്ദേഹം എന്നാണ് നമ്മുടെ ഈ ആൾ പറയുന്നത്. അങ്ങനെ ഇവൻ ഒരുപാട് ആൾക്കാരെ ജീവിതം തുലച്ചിട്ട് ഇതേപോലെ പല സ്ത്രീകളെ അതെ ഇവനെ കല്യാണം നടക്കൂലെന്ന് അറിയുന്ന പെണ്ണിന്റെ അപ്പന് വരെ കല്യാണം നടക്കൂലെന്ന് അറിയുന്നതാണ്. എടാ, ഈ സ്ത്രീകളൊക്കെ എവിടെയാടാ ഇരിക്കുന്നത്? ഞാൻ ഏതെങ്കിലും ഒരു ചെറുക്കം കെട്ടാമെന്ന് പറഞ്ഞ ഉടനെ ചാടി കയറി ചെല്ലുന്നത്, ഇതിന് മാത്രം വിവരമില്ലാത്ത സ്ത്രീകൾ ഈ നാട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. ഇതെന്താണ് സംഭവിക്കുന്നത്? ഏതെടുത്താലും ആ സ്ത്രീയെ പറഞ്ഞു പറ്റിച്ച് ഈ സ്ത്രീ, ഇതിപ്പോൾ പുരുഷൻ്റെ ഭാഗത്ത് മാത്രമാണ് തെറ്റി. എനിക്ക് അതൊക്കെയാണ് എൻ്റെ സംശയം. ഇത് ടൈം പാസ് ആണെങ്കിൽ ടൈം പാസ് ആണെന്ന് പറഞ്ഞ് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം കേട്ടോ, അല്ലാതെ സ്ത്രീയെ നമ്മൾ പറഞ്ഞ് കബളിപ്പിക്കരുത്. ആ പെണ്ണിനെ വരെ ഇവൻ കൊണ്ടുവന്ന് ഇവര് നടത്തി കൊടുത്തു. പക്ഷെ ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവന് കാറ് മേടിക്കണം, അങ്ങനെ പോലെ എൻ്റെ അടുത്ത് കുറെ പൈസ വാങ്ങിയിട്ടുണ്ട് അവൻ. അതുപോലെ തന്നെ വേറൊരു പെണ്ണും കൂടി ഉണ്ട്. അതിനെ കാണിച്ചിട്ട് സർക്കാർ ജോലിക്കാരനാണ്, അവന്റെ കമ്പ്യൂട്ടർ, അവന്റെ കയ്യിൽ നിന്ന് കുറെ ലക്ഷങ്ങള്. ഇങ്ങനെയാണ് അവർ വയനാട്ടിലൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ വേറൊരാളുടെ നിന്നും പൈസ മേടിച്ചിട്ടുണ്ട്, അത് സർക്കാർ ജോലിക്കാരാണെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറൊക്കെ എടുത്തുകൊണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ തൊപ്പി കമ്പ്യൂട്ടറൊക്കെ സ്ട്രീം ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയോ ഈ പുള്ളിക്കാരൻ നേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം പറയുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പണം ഈ അച്ചായൻ തട്ടിയെടുത്തിട്ടുണ്ടെന്ന്. അത് ഏത് സെൻസിലാണെന്ന് നമുക്കറിയില്ല. ഈ തെളിവുകളെല്ലാം പുറത്തു വന്ന് നമ്മൾ വിശ്വസിക്കുന്നത് വരെ. അപ്പോൾ ഈ പുള്ളിക്ക് അച്ചായനോടുള്ള ദേഷ്യത്തിൻ്റെ പേരിൽ പുറത്തുവിട്ട സാധനങ്ങളാണോ അല്ലെങ്കിൽ പറഞ്ഞു വരുത്തുന്ന സാധനങ്ങളാണോ അതോ റിയലായിട്ട് സംഭവിച്ച സാധനങ്ങളാണോ നമുക്കറിയില്ല. ഇനി കം ടു അവർ ബാക്ക് ടോപ്പിക്, അല്ലെങ്കിൽ നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരുമ്പോഴത്തേനും ഇവിടെ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അച്ചായൻ ഒരു സ്ത്രീലമ്പടനാണോ അല്ലയോ എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഈ അച്ചായനെ കുറിച്ച് പോകുമ്പോഴത്തേനും അച്ചായൻ തന്നെ പലയിടത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പല സ്ത്രീകളുമായിട്ട് ബന്ധം ഉണ്ടായിട്ടുണ്ട്, എനിക്ക് വളരെയധികം തേപ്പ് കിട്ടിയിട്ടുണ്ട്, ഞാൻ തൃപ്തനാണ് എന്നൊക്കെ അച്ചായൻ തന്നെ പലയിടത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അച്ചായൻ തന്നെ പറയുന്ന കുറച്ച് സാധനങ്ങളൊന്ന് കണ്ടു നോക്കാവേ. ആദ്യം ഇപ്പോൾ അച്ചായൻ ഒരു കല്യാണം കഴിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ ആതിരയോ അങ്ങനെ ആണ്ട് ഒരു കുട്ടി അച്ചായൻ കല്യാണം കഴിച്ചു. അച്ചായൻ കല്യാണം കഴിച്ച് ആ കുട്ടിയെ കൊണ്ടുവന്നപ്പോഴത്തേനും പലരും ഒരു വിമർശനം നടത്തി. കളവൻ അസൂയ മൂത്തിട്ടാ, കളവൻ ആക്രാന്തം മൂത്തിട്ടാ ഒരു കിളിന്ത് കൊച്ചിനെ കിട്ടി പഠിച്ചുകൊണ്ട് പോയെന്നൊക്കെ പല ആൾക്കാരും കമൻറ്റ് ബോക്സ് പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും നമ്മൾ യോജിക്കുന്നില്ല കേട്ടോ. അതിന് അച്ചായൻ പറയുന്ന മറുപടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. വിഷയം അമ്പലത്തിൽ നടന്ന ലിപ് ലോക്ക് കമന്റിൽ പറഞ്ഞത് ഞാൻ കണ്ടത് ആർത്തി മൂത്ത് ഭ്രാന്തായതാണ് കളവൻ എന്ന് പറഞ്ഞു. പക്ഷെ ആവശ്യത്തിലധികം കഴിച്ച് തൃപ്തിയായിട്ടുള്ള കളവനാണ്. അതുകൊണ്ട് ആക്രാന്തമൊന്നും എനിക്കില്ല. ആക്രാന്തമുണ്ടോ? ഓക്കെ, അമ്പലത്തിൽ നടന്ന ലിപ് ലോക്കിനെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേനും അച്ചായൻ അത് ലിങ്ക് ചെയ്തത് ആവശ്യത്തിലധികം കഴിച്ച് തൃപ്തനായ ഒരുത്തനാണ് അച്ചായൻ ആക്രാന്തം ഇല്ല എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞതിൻ്റെ മീനിങ് ഞാൻ ഡീകോഡ് ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ അച്ചായൻ തന്നെ എഗ്രി ചെയ്യുന്നു, ഞാൻ ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്, എനിക്കിതിന് മുമ്പ് ഇത്തരത്തിലുള്ള തൃപ്തനാകുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെന്ന്. ഇതിനുശേഷം അച്ചായൻ്റെ മുൻ കാമുകി എന്ന് അച്ചായൻ അവകാശപ്പെടുന്ന ആ കുട്ടി നിരസിച്ച ആളുടെ ഒരു കൂടെ ഉണ്ടായിരുന്ന ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന സാധനം നമുക്കൊന്ന് കേൾക്കാം. അതിനകത്ത് ആദ്യം അച്ചായൻ പറയുന്നത് നമുക്ക് കേൾക്കാം. അച്ചായൻ തേപ്പിനെ കുറിച്ചിട്ടുള്ള അച്ചായൻ്റെ കാഴ്ചപ്പാട്. ലൈഫിൽ കുറെ തേപ്പ് കിട്ടിയിട്ടുള്ള ആളാണ്. തേപ്പിന് ഞാൻ ബെസ്റ്റാണ്. തേക്കപ്പെടാനോ തേക്കാനുള്ള മാനസികാവസ്ഥ നമുക്കില്ല കേട്ടോ. നമ്മുടെ ഒരു ശരീരശാസ്ത്രം വെച്ചിട്ട് തേപ്പ് കിട്ടാൻ.
ഓക്കെ, അച്ചായൻ ഒരുപാട് തേപ്പ് കിട്ടിയെന്നാണ് പറയുന്നത്. നമ്മളൊരു റിലേഷൻഷിപ്പ് എടുക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു പെൺകുട്ടിയുമായിട്ട് കഠിനമായ പ്രണയത്തിലാണ്. ഞാനും ആ പെൺകുട്ടിയും തമ്മിൽ എൻ്റെ പ്രശ്നം കൊണ്ട് ഞാൻ ആ കുട്ടി അങ്ങ് തേച്ചു. അപ്പോൾ ഞാൻ ചെന്നിട്ടൊരു ചാനലിൻ്റെ ഒരു ഞാൻ തേച്ച് എല്ലാത്തിനും ഞാനങ്ങ് എന്ന് നമ്മൾ പറയത്തില്ല. ഞാനൊരു കാര്യം പറയുമ്പോഴത്തേനും എൻ്റെ പെർസ്പെക്റ്റീവ് നിന്ന് എൻ്റെ വ്യൂ പോയിൻ്റ് എന്ന് പറയത്തുള്ളൂ, അവൾ എന്നെ തേച്ച്, അവളുടെ സ്വഭാവം മാറി, അതുകൊണ്ട് ഞങ്ങൾ വേണ്ടെന്ന് വെച്ച്, അങ്ങനെയൊക്കെ തന്നെ പറയത്തുള്ളൂ. അപ്പോൾ അച്ചായൻ ഒരുപാട് തേപ്പ് കിട്ടി എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ സമ്മതിക്കുന്നുണ്ട്. ഇനി അച്ചായനും ഈ അച്ചായൻ്റെ മുൻഗാമിക ഈ പുള്ളിക്കാരി ഞാൻ കാണിക്കണമെന്ന് വിചാരിച്ചതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ മുഖമൊക്കെ ബ്ലർ ചെയ്തായിരുന്നു, പക്ഷേ ഈ വീഡിയോയിൽ അത് കാണിച്ചാൽ കുറച്ചും കൂടെ ക്ലിയർ ആവത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ കാണിക്കാം, നിങ്ങളൊന്ന് കണ്ടോ. ശരിക്കും അച്ചായ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്താണ്? ഇപ്പം എല്ലാവരും പുറമേ പറയുന്നത് എന്റെ ജീവിതം തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, ഭയങ്കര പെണ്ണുപിടിയാണ്. പക്ഷേ വെറും പൊട്ടനാ. അതെ, കേട്ടല്ലോ. അതായത് അച്ചായൻ്റെ മുൻഗാമിക പറയുന്നതാണ് അച്ചായൻ പെണ്ണുപിടിയനാണെന്ന് വളരെയധികം കേട്ടിട്ടുണ്ടെന്നുള്ളത് അച്ചായൻ പറയുന്നു. അച്ചായൻ കുറേ തേപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അച്ചായൻ കഴിച്ച് തൃപ്തനായവനാണെന്ന് അച്ചായൻ പറയുന്നു. സോ അച്ചായൻ അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്, ഒന്നിലധികം എന്ന് അച്ചായൻ തന്നെ ഒരു ഇൻഡയറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതിനെ നമ്മൾ തെറ്റ് പറയുന്നില്ല. ഒരു പുരുഷനാകുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ ആകുമ്പോഴത്തേനും ഒന്നിലധികം റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന ഒരിക്കലും ഒരു തെറ്റല്ല. പക്ഷേ ഇത്തരത്തിലൊരു അലിഗേഷൻ വന്ന് നിൽക്കുമ്പോഴത്തേനും ഈ അലിഗേഷനകത്ത് ഇദ്ദേഹം പലതവണ, അതായത് ഈ അച്ചായൻ്റെ പെങ്ങളെ കെട്ടിയെന്ന് പറഞ്ഞ് കൈസ് റിലീസ് ചെയ്ത വോയിസിലുള്ള ആൾ പലതവണ പറയുന്നുണ്ട്, അവൻ എന്നെ പറ്റിച്ചു, സാമ്പത്തികം മാത്രമാണ് അവൻ്റെ ലക്ഷ്യം, അവൻ ഓരോ പെൺകുട്ടികളെ കൊണ്ടുവന്ന് വിവാഹ വാഗ്ദാനം നൽകി വിവാഹം കഴിക്കും, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി കെട്ടു വന്നിട്ട് വീട്ടിൽ കൊണ്ടുവരും, കല്യാണം കഴിച്ചു എന്ന് പറയും. അവരുടെ സ്വത്തുകളെല്ലാം അടിച്ചു മാറ്റിയിട്ട് ഇവൻ എങ്ങോട്ടാന്ന് വെച്ചാൽ പോവും, അച്ചായൻ എങ്ങോട്ടാന്ന് വെച്ചാൽ പോവും, അമ്മ തല്ലി വെളിയിലാക്കും, തള്ളാന്നൊക്കെയാണ് അവർ അത് സംബോധന ചെയ്തത്. അതൊക്കെ തെറ്റാണ് സുഹൃത്തെ. അപ്പോൾ ഇങ്ങനെ പുറത്താക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. പുള്ളിയുടെ നിന്നും പണം തട്ടിയിട്ടുണ്ട്. അതായത് അച്ചായൻ ഒരു സ്കാമറാണ്, അച്ചായൻ ഒരു വിവാഹ തട്ടിപ്പ് വീരനാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനൊരു അലിഗേഷൻ വന്ന സമയത്ത് അച്ചായൻ ഇത് തീർച്ചയായിട്ടും റെക്ടിഫൈ ചെയ്യേണ്ട ഒരു സാധനമുണ്ട്. നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ ഒന്നിലധികം ബന്ധങ്ങളുണ്ടാകുന്ന ഒരു തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അത് മറ്റൊരു ഇൻറ്റൻഷന് വേണ്ടി, ദമ്പടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റ് ചില കുൽസിത ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് തീർച്ചയായിട്ടും തെറ്റാണ്. ഇനി നമ്മൾ വരുമ്പോഴത്തേനും ഈ അലിഗേഷൻ പറഞ്ഞ ആൾ അദ്ദേഹം ഫസ്റ്റ് ഓഫ് ഓൾ ഈ അലിഗേഷനായിട്ട് മുമ്പോട്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അദ്ദേഹം വിവാഹിതനായി, അദ്ദേഹം പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് അദ്ദേഹം ഒരു വൃത്തികെട്ടവനാണെന്ന് തന്നെ വെച്ചോ. പക്ഷേ നല്ലൊരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ നിൽക്കുമ്പോഴത്തേനും അയാളെ പാട്ടിന് വിടുക. ഇത്രയും നാൾ നിങ്ങൾ പറയുന്ന പോലെ പല തരത്തിലുള്ള റിലേഷൻഷിപ്പ് അദ്ദേഹത്തിനുണ്ടെങ്കിലും അദ്ദേഹം ഒന്നും പുറത്തു കൊണ്ടുവന്നിട്ടില്ല. ഇതാണ് അദ്ദേഹം ഒഫീഷ്യലി കെട്ടിയെന്ന് പറഞ്ഞ് പബ്ലിക്കിനെ കാണിച്ചത്. സോ നന്നായിട്ട് ജീവിക്കുന്നെങ്കിൽ ജീവിക്കട്ടെ, നന്നായിട്ട് ജീവിക്കുന്നില്ല ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രതികരിക്കാം. അല്ല ഇദ്ദേഹം തേപ്പിൻ്റെ ഒരു സാധനമാണ് എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട്, ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്താനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ തെളിവുകൾ പുറത്തേക്ക് കൊണ്ടുവരിക. ഇത് വിവാഹ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂടുതൽ അലിഗേഷൻ പുള്ളിയുടെ പേര് വരുമ്പോഴത്തേനും പോലീസ് കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇദ്ദേഹം ഇത്തരത്തിൽ പറ്റിച്ചിട്ടുണ്ട് എന്ന് ഏതെങ്കിലും സ്ത്രീകൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ രംഗത്തേക്ക് വരിക. ഒരു തട്ടിപ്പ് വീരനാണെങ്കിൽ നമുക്ക് പൊക്കണം, അല്ല അദ്ദേഹം മാന്യനാണെങ്കിൽ അദ്ദേഹം മാന്യമായിട്ട് ജീവിതം മുന്നോട്ട് നയിക്കട്ടെ. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ കേട്ടതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈസ് അച്ചായനെ മാന്യൻ ഓർ ഈസ് അച്ചായനെ ലംബടൻ? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്താം. മറ്റു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.